ഹലോ മൈ ഡിയർ സ്റ്റാർ സോൾ ആത്മ നമസ്തേ. വെൽക്കം ടു സമാരാധ്യ കോസ്മിക് ഇൻസൈറ്റ്സ്. അടുത്ത 21 ദിവസം എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അടുത്ത 21 ദിവസത്തെ എനർജി എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 7 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 രണ്ട് സെറ്റ് ഓഫ് കാർഡ്സ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലിഷ്ടമുള്ള ഒരു കാർഡ്, ഒരു പൈൽ നമ്പർ സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊന്ന് സ്വസ്ഥമായിരിക്കാം. സ്വസ്ഥമായിരുന്നതിന് ശേഷം കണ്ണുകളടയ്ക്കാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തുവിടാം. മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വളരെ സാവകാശം പുറത്തുവിടാം. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ഈ രണ്ട് പൈലിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. യൂണിവേഴ്സിനോട് അനുവാദം ചോദിച്ചതിന് ശേഷം പൈൽ നമ്പർ 1 ആണോ പൈൽ നമ്പർ 2 ആണോ ഏതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ തീരുമാനമെടുത്തതിന് ശേഷം യൂണിവേഴ്സിനോട് ആ തീരുമാനമെടുക്കാൻ സഹായിച്ചതിന് നന്ദി പറയുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തുവിടാം. മറ്റൊരു ദീർഘശ്വാസം കൂടി ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തുവിടാം. വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കണ്ണുകൾ തുറക്കാം. ഏത് പൈൽ നമ്പറാണോ സെലക്ട് ചെയ്തത് ആ പൈൽ നമ്പറിൻ്റെ റീഡിംഗ് നിങ്ങൾക്കുള്ളതായിരിക്കും. അത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിനി റീഡിങ്ങിലേക്ക് പോകാം. ഒരു എനർജി കണക്ഷൻ ആവശ്യമാണ്. നിങ്ങൾ സെലക്ട് ചെയ്തത് ഏത് പൈലാണ്, പൈൽ നമ്പർ 1 ആണോ 2 ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുടർന്ന് കാണാം. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ്. നിങ്ങളുടെ പ്രസൻറ്റ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് എനർജി, കറണ്ട് എനർജി നോക്കുമ്പോൾ കിങ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു ലീഡർഷിപ്പ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ബോൾഡായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എല്ലാത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എല്ലാം ഡയറക്ഷൻസൊക്കെ കൊടുത്ത് നടത്തുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാളാകാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ശക്തമാണ്. അതായത് ഒരു ബോസ് എനർജി ടൈപ്പ് ഓഫ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ശക്തമാണ്. എനിക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാനത് ചെയ്യും, അങ്ങനത്തെയുള്ള ഒരു ആത്മവിശ്വാസമുള്ള ഒരു ഘട്ടത്തിലാണ്, ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി. ഇനി ബാഹ്യമായിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം എന്താണ്, ബാഹ്യമായിട്ട് നിങ്ങളെ സ്വാധീനിക്കുന്ന എന്ത് കാര്യമാണുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ബാഹ്യമായിട്ട് നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അത് സണ്ണാണ് വരുന്നത്. സൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബാഹ്യമായിട്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് സപ്പോർട്ടാണ് കിട്ടുന്നത് എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. പുറത്തു നിന്ന് നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചുറ്റുപാട് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു എനർജിയിലാണിപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഇനി എന്താണ് നിങ്ങൾക്ക് ബ്ലോക്ക്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ തടസ്സം എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ തടസ്സം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഉള്ളിൽ നിന്നുള്ള തടസ്സം? 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. അപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥിരത നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട് ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്കുള്ള ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം അത്രയ്ക്കില്ല. കാരണം നിങ്ങൾക്ക് ഓവറായിട്ട് ചിന്തയുണ്ട്, ഞാൻ എപ്പോഴും സേഫ് ആയിരിക്കുമോ, എൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ട് ഞാൻ പോകണോ, അങ്ങനെയൊരു ഫിയർ ഓഫ് ലോസ് എന്ന് പറയും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. ഞാൻ സേഫ് ആയിരിക്കുമോ എന്നുള്ള ഒരു ഓവറായിട്ടുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഇൻറ്റേർണലി നിങ്ങളുടെ മനസ്സിന് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. ഇനി അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു വാർത്തയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 4 ഓഫ് വാൻഡ്സ് ആണ് വന്നത്. 4 ഓഫ് വാൻഡ്സ് പറയുന്നത്
ഒരു പെട്ടെന്നുള്ള ഒരു എനർജി, ഒരു സെലിബ്രേഷൻ്റെ ഒരു മൂഡിലേക്ക് നിങ്ങൾ പോകാം. അപ്പോൾ സന്തോഷകരമായ എന്തെങ്കിലും വാർത്തകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള വാർത്തകൾ, ചിലപ്പോൾ ഇത് ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ജോലിയിൽ നിന്ന് ചിലപ്പോൾ ഒരു അപ്രീസിയേഷൻ ആയിരിക്കാം, ഓഫീസിൽ നിന്നൊരു അപ്രീസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സക്സസ് സെലിബ്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ റീയൂണിയൻസ് ആയിരിക്കും. അത് ഫാമിലി റീയൂണിയൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റീയൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലങ്ങളിലെ ഒക്കെ ഉത്സവങ്ങൾ, അങ്ങനത്തെ ഒക്കെ യൂണിയൻ, ഒരു സന്തോഷം തരുന്ന ഒരു യൂണിയനിലേക്ക്, ഒരു സക്സസ് സെലിബ്രേഷൻ പോലെയുള്ള ഒരു യൂണിയനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു സക്സസ് സെലിബ്രേഷൻ നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. എന്ത് ആക്ഷനാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്? ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. ഓക്കെ, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? 5 ഓഫ് കപ്സ് ആണ്. അതായത് 5 ഓഫ് കപ്സ് പറയുന്നത് പഴയ വിഷമങ്ങളെയൊക്കെ വിട്ടുകളയണം. പഴയ വിഷമങ്ങളിൽ നിന്നുള്ള ഭാരം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷമങ്ങളെയൊക്കെ വിട്ടുകളയണം. പഴയ തോൽവികൾ, പഴയ റിജക്ഷൻസ്, ഇതിൽ നിന്നൊക്കെയുള്ള പഴയ വിഷമങ്ങൾ, ആ എനർജിയെ മാറ്റിക്കളയുക. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ ശ്രദ്ധ വയ്ക്കുക. ഫോക്കസ് ഓൺ വാട്ട് ഈസ് സ്റ്റിൽ വർക്കിംഗ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഇപ്പോൾ എന്തിലാണ് നിങ്ങൾ എനർജി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ മാത്രം ശ്രദ്ധിക്കുക. പഴയ ഡിസപ്പോയിൻമെൻറ്റ്സ് എല്ലാം വിട്ടുകളയുക. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജി. നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ അതാണ്. എന്ത് വാണിംഗ് ആണ്, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. അടുത്ത 21 ദിവസം എന്ത് കാര്യങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടത്, എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മുന്നറിയിപ്പ് എന്ന് നമുക്ക് നോക്കാം. 3 ഓഫ് കപ്സ് ആണ്. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ്, ഗോസിപ്പ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് സോഷ്യലൈസിങ് എന്നുള്ളത് ഒന്ന് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ തന്നെ സർക്കിളിൽ നിങ്ങൾ ആവശ്യമില്ലാതെ പോയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. മറ്റൊരാളെയും പറ്റിയും ഗോസിപ്പ് പറയാനായിട്ട് പാടില്ല. അപ്പോൾ അതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ എനർജിയിൽ. അതുകൊണ്ട് നമ്മൾ മറ്റാൾക്കാരുടെ അടുത്ത് പോയി ആരെ പറ്റിയും ഗോസിപ്സ് ഒന്നും പറയാൻ പാടില്ല. അൺനെസസറി ആയിട്ടുള്ള യാതൊരു കമൻസും അടുത്ത 21 ദിവസം പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, വർക്കിലുള്ള ഫോക്കസ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഫോക്കസ്, നിങ്ങളുടെ ഗോളിലുള്ള ഫോക്കസ്, അതാണ് പ്രധാനം. അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പ്. ഇനി എന്താണ് ഒരു ഓവറോൾ റിസൾട്ട്, ഒരു ഫൈനൽ റിസൾട്ട്, 21 ദിവസത്തിലെ ഒരു റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫയൽ 1ൻ്റെ റീഡിംഗ് ആണ് ഫൈനൽ റിസൾട്ട്. ഓക്കെ, 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു സമാധാനപരമായിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് ഞാൻ നേടിയ വിജയമാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാകും. നിങ്ങളൊരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇട്ട ഒരു എനർജിക്കൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകും. ഞാൻ നേടിയ വിജയം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അതായത് കിങ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ എനർജി വന്നത്. എക്സ്റ്റേണലായിട്ട് നിങ്ങളെ പുറത്തുനിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സൺ കാർഡാണ് വന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ചുറ്റുപാട് നല്ലതാണ്, സപ്പോർട്ടീവാണ് എന്നാണ് വന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം എന്താണെന്ന് നമ്മൾ നോക്കി. അതുപോലെ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാർത്ത എന്താണെന്ന് നോക്കി. പാസ്റ്റ് റിഗ്രറ്റ് വിടണം എന്നുള്ള വാണിംഗ് യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഔട്ട്കം നോക്കുമ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത്, ഒരു നല്ല ഷിഫ്റ്റാണ്. അപ്പോൾ 21 ദിവസത്തിനുള്ളിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഷിഫ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലോക്ക്, ഫിയറിനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രസ് ഫാസ്റ്റ് ആയിരിക്കും. കാരണം പുറമേയുള്ള എൻവയോൺമെൻറ്റ് നോക്കിയപ്പോൾ സണ്ണല്ലേ വന്നത്. അപ്പോൾ ചുറ്റുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലോക്ക്, ആ ഫിയറിനെ വിട്ട് കഴിഞ്ഞാൽ
പിന്നെ യൂണിവേഴ്സ് പറഞ്ഞ ആ വാർണിംഗ് ഉണ്ടല്ലോ, ഗോസിപ്പ് ചെയ്യാൻ പാടില്ല, മറ്റാൾക്കാരെ പറ്റി അനാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യാൻ പാടില്ല, ഓവർ സോഷ്യലൈസിങ് അവോയ്ഡ് ചെയ്യണം. ഓഫീസിലാണെങ്കിൽ കളീഗ്സിൻ്റെ സർക്കിളിൽ പോയി അനാവശ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഗ്രോത്ത്, ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം ഈ 21 ഡേയ്സിൽ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പൈൽ 1ൻ്റെ റീഡിംഗ് ആണിത്. നമുക്കൊരു അഫർമേഷനും കൂടി എടുക്കാം. സ്വസ്ഥമായിട്ടിരിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തുവിടാം. മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, വളരെ സാവകാശം പുറത്തുവിടാം. ഞാൻ ഭയങ്ങളെയെല്ലാം വിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും പ്രപഞ്ചം കൂടെ നിൽക്കുന്നു. എനിക്ക് സാമ്പത്തികവും സമാധാനവും സമൃദ്ധിയും ആത്മവിശ്വാസവും പ്രപഞ്ചം നൽകുന്നു. എല്ലാ നന്മയ്ക്കും ഈ പ്രപഞ്ചത്തിനോട് ഞാൻ നന്ദിയുള്ളവനാകുന്നു. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തുവിടാം. മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, വളരെ സാവകാശം പുറത്തുവിടാം. വളരെ സന്തോഷത്തോടുകൂടി, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പതുക്കെ കണ്ണുകൾ തുറക്കാം. പ്രപഞ്ചത്തിന് നന്ദി പറയാം. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതിലെല്ലാ പോസിറ്റിവിറ്റിയും ക്ലെയിം ചെയ്യുക. അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് ഒരു പ്രസൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ എനർജി, എന്ത് എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, പ്രസൻറ്റ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രസൻറ്റ് എനർജി നോക്കുമ്പോൾ 10 ഓഫ് കപ്സ് ആണ് വന്നത്. അതായത് നിങ്ങൾക്ക് എവിടെയായാലും, ഒരു ബന്ധത്തിലായാലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും ഒക്കെ നിങ്ങൾക്ക് സ്ട്രെസ്സൊന്നും വേണ്ട, നിങ്ങൾക്കൊരു സമാധാനം മതി, ഒരു സംതൃപ്തി മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി. അതായത് നിങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ള ഒരു സന്തോഷം, സംതൃപ്തി തേടുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ. ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഉള്ളിലെ സന്തോഷം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രയോറിറ്റി. ഇന്നർ ഹാപ്പിനെസ്, അതിനുവേണ്ടി ആണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ബാഹ്യമായിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്ത് ഫാക്ടറാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കാം. പുറമേ നിന്ന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് നോക്കാം. പുറമേ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണെന്ന് നോക്കുമ്പോൾ ഏസ് ഓഫ് കപ്സ് ആണ് വന്നത്. അതായത് ഒരു സപ്പോർട്ട്, ഒരു പുതിയ ഒരു ഓഫർ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിത്വം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ പ്രപ്പോസൽസ്, പുതിയ ഓഫർ കിട്ടുക, അങ്ങനത്തെ ഒരു പുതിയ ബന്ധങ്ങളുടെ തുടക്കം, അങ്ങനെ പുറത്തു നിന്ന് ഒരു പുതിയ അവസരം, അതാണ് നിങ്ങളെ പുറമേ നിന്ന് ഉള്ള എന്ത് ഇൻഫ്ലുവൻസ് ആണെന്ന് നോക്കിയപ്പോൾ ഏസ് ഓഫ് കപ്സ് ആണ്. അതൊരു ഒരു ഡിവൈൻ ഒരു ഇൻ്റർവെൻഷൻ, എന്തെങ്കിലും ഒരു പുതിയ ആൾ, പുതിയ വ്യക്തി, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഓഫർ, പുതിയ ആശയം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതുത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് ബ്ലോക്കായി നിൽക്കുന്നത് എന്ന് നോക്കാം. ഇൻറ്റേർണൽ ബ്ലോക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എന്ത് കാര്യമാണ് എന്ന് നോക്കാം. ഓക്കെ, ഇൻറ്റേർണൽ ബ്ലോക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ 2 ഓഫ് സോർട്സ് ആണ് വന്നത്. 2 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ടുള്ള പ്രയാസം നേരിടുന്നുണ്ട്. എന്താണ് സത്യം എന്നറിയാം, പക്ഷേ അത് ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രയാസം. നിൽക്കണോ, പോകണോ, മാറണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ 2 ഓപ്ഷൻസ് മുന്നിലുണ്ടാവും. ആ 2 ഓപ്ഷൻസിൽ നിന്ന് എന്ത് പിക്ക് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അതാണ് നിങ്ങളുടെ ഇൻറ്റേർണലി നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ബ്ലോക്ക്. അതാണ്. അപ്പോൾ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി നഷ്ടപ്പെടും. ഒരുപാട് അതിനെപ്പറ്റി ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് പല ആംഗിളിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും. അതാണ് നിങ്ങളുടെ ഇൻറ്റേർണൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. എന്താണ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്? നിങ്ങളുടെ ലൈഫിൽ ഈ 21 ദിവസത്തിൽ വരാനിരിക്കുന്ന ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യം എന്താണ് നമുക്ക് നോക്കാം.
ഓക്കെ, കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പെട്ടെന്നൊരു ബോൾഡ് ഡിസിഷൻ എടുത്ത് നിങ്ങൾ ആ ഫുൾ സിറ്റുവേഷനെ, ഇതുവരെ നിങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ ബോൾഡ് ഡിസിഷൻ കാരണം നിങ്ങളത് ടേൺ ചെയ്യാം, ആ സിറ്റുവേഷനെ തന്നെ ടേൺ ചെയ്യാം. അങ്ങനത്തെ ഒരു എനർജിയാണ് അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആയിട്ട് വരുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഫിഗർ ആരെങ്കിലും ആകാം, ആ അതോറിറ്റി ഫിഗർ നിങ്ങളുടെ ലൈഫിലൊരു വലിയൊരു റോൾ പ്ലേ ചെയ്യും. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ ഒരു പുഷ് ഉണ്ടാകും. അത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അടുത്തത് എന്ത് ആക്ഷനാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത് നോക്കാം. പൈൽ നമ്പർ 2 റീഡിംഗ് ആണ്. എന്ത് ആക്ഷനാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത് നോക്കാം. ഇത് സണ്ണാണ് വന്നത്. സണ്ണെന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ സുതാര്യമാക്കുക. ആക്ഷൻ ആണല്ലോ, എന്ത് ആക്ഷൻ എന്നാണല്ലോ നമ്മൾ ചോദിച്ചത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സുതാര്യമാക്കുക. നിങ്ങൾക്ക് നല്ലോണം കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ടായാൽ പോരാ, കോൺഫിഡൻസ് ഉണ്ടെന്ന് കാണിക്കുക തന്നെ വേണം. മറ്റാൾക്കാർക്ക് വിസിബിളി അത് മനസ്സിലാകണം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളുടെ ആക്ഷൻസിൽ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അപ്പോൾ നിങ്ങളത് രഹസ്യമാക്കി അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് ഓപ്പണായിട്ട് മറ്റു ആൾക്കാരിലേക്ക് എത്തണം. അതാണ് ഈ 21 ദിവസത്തിൽ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതാണ് വരുന്നത്. ക്ലാരിറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടാവണം. നിങ്ങളുടെ ഡിസിഷൻസ് മറ്റുള്ളവർ അത് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടിട്ട് വേണം അത് ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, എന്താണ് വാണിംഗ് എന്ന് നോക്കാം. ഫയൽ നമ്പർ 2 റീഡിംഗ് ആണ്. എന്ത് വാണിംഗ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്? ഈ 21 ഡേയ്സിൽ നിങ്ങൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, 9 ഓഫ് സോർട്സ് ആണ്. 9 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങളുടെ ഈ അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടല്ലോ, ഉത്കണ്ഠ, അത് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ, ഏറ്റവും മോശമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്തെടുക്കും. അതായത് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നൈറ്റ് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. ഉറക്കത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്ത, അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ രാത്രി സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി വരും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ആങ്സൈറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ 9 ഓഫ് സോർട്സ് ആണ് വന്നത്. അതായത് നിങ്ങളുടെ വാണിംഗ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ ബ്ലോക്ക് നോക്കിയപ്പോൾ എന്തായിരുന്നു വന്നത്? ഇൻറ്റേർണൽ ബ്ലോക്ക് നോക്കിയപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നാണ് വന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഓവർ തിങ്കിങ് ഉണ്ടാവും. അപ്പോൾ രാത്രി സ്ട്രെസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ശരിയായിട്ടുള്ള കാര്യങ്ങളെ ക്ലാരിറ്റി കുറയ്ക്കുന്ന മനസ്സിൽ നിന്നുള്ള ബ്ലോക്കും കൂടിയാണിത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ വഴികൾ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് നൈറ്റ് സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനായിട്ട്? നല്ല പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഫാമിലിയോട് കൂടി ഇരുന്ന് കുറച്ചൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് പോകാം, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കാം, സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് കുറയ്ക്കാം, അനാവശ്യമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കാം. നിങ്ങൾ സ്വന്തം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഇങ്ങനത്തെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മൾക്ക് സെൽഫ് കെയർ കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ സെൽഫ് കെയർ കൊടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം അത്തരം അവസ്ഥകളിൽ സെൽഫ് കെയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, പാട്ട് കേൾക്കുക, നല്ലൊരു സിനിമ കാണുക. അപ്പോൾ കുറച്ച് ഈ ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ഒക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും. എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് നോക്കാം. ഫൈനൽ റിസൾട്ട്, ഓവറോൾ റിസൾട്ട് എന്താണ്? ഈ 21 ഡേയ്സിൻ്റെ ഓവറോൾ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ട് നല്ലൊരു ലീഡർഷിപ്പ്, നല്ല കാമായിട്ടുള്ള ഒരു നേതൃത്വം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡിസിഷൻസൊക്കെ ക്ലിയറായിട്ട് എടുക്കാൻ സാധിക്കും. നിങ്ങൾ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക്, ഒരു ഇമോഷണലി കുറച്ചും കൂടെ മെച്യൂരിറ്റി ഉള്ള, ഒരു ആധികാരികതയുള്ള, ഒരു ശാന്തതയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ഈ 21 ഡേയ്സിലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നല്ലതാണ്, പ്രൊവൈഡഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഇൻറ്റേർണൽ ബ്ലോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള ഈ വാണിംഗ്, യൂണിവേഴ്സ് തരുന്ന ഒരു വാണിംഗ് ഉണ്ടല്ലോ, അതും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇമോഷണൽ സന്തോഷം തേടുന്ന ഒരു എനർജിയാണ്. അതാണ് 10 ഓഫ് കപ്സ് ആണ് ആദ്യം വന്നത് അല്ലേ. പിന്നെ നിങ്ങൾക്ക് പുറത്തു നിന്നുള്ളത് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. കൺഫ്യൂഷൻ ഉണ്ട്, കാരണം 2 ഓഫ് സോർട്സ് ആണ് വന്നത്. അത് കാരണം ചില കാര്യങ്ങളിലൊക്കെ ഡിലേ ഫേസ് ചെയ്തേക്കാം.
ചില ആൾക്കാരുടെ സഡനായിട്ടുള്ള ഇൻഫ്ലുവൻസ് ലൈഫിൽ വന്നേക്കാം. ചില ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പെട്ടെന്ന് ഒരു ഡിസിഷൻ മേക്കറായിട്ട് മാറിയേക്കാം. നിങ്ങൾ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് സൺ കാർഡ് പറഞ്ഞത്. ആങ്സൈറ്റി നിങ്ങൾ വിട്ടുകളയണം. ആങ്സൈറ്റി നിങ്ങൾക്ക് വേണ്ട. നൈറ്റ് ടൈം സ്ട്രെസ് ഒഴിവാക്കണം എന്നാണ് 9 ഓഫ് സോർട്സ് പറയുന്നത്. അപ്പോൾ ഫൈനലി റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് ഈ 21 ഡേയ്സിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ഭയമാണ് നിങ്ങളുടെ ഒരു ശത്രു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നൈറ്റ് ടൈം സ്ട്രെസ്സാണ് നിങ്ങളുടെ ഒരു ശത്രു, നിങ്ങളുടെ ആങ്സൈറ്റിയാണ് നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ ശത്രു. പുറത്തു നിന്നുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ഒക്കെ ഫേവറബിൾ ആയിരിക്കും. അതുകൊണ്ട് ഫിയറിനെ മാറ്റി വയ്ക്കുക, ഓവർ സ്ട്രെസ്സിനെ, ആങ്സൈറ്റിയെ മാറ്റി വയ്ക്കുക. ഓക്കെ, നമുക്ക് കണ്ണുകളടയ്ക്കാം. ഒരു അഫർമേഷനും കൂടി എടുക്കാം. സ്വസ്ഥമായിരിക്കാം, കണ്ണുകളടയ്ക്കാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്ത് വിടാം. മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, വളരെ സാവകാശം പുറത്ത് വിടാം. ഞാൻ എൻ്റെ ഭയങ്ങളെയെല്ലാം വിട്ടുകളയുന്നു. വളരെ വ്യക്തതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അതിന് എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും സഹായിക്കുന്നു. എൻ്റെ മനസ്സിന് സന്തുലിതാവസ്ഥ നൽകുന്നതിന് പ്രപഞ്ചത്തിന് നന്ദി. എൻ്റെ എല്ലാ തീരുമാനങ്ങളും ശരിയായി വരുന്നതിനും പ്രപഞ്ചത്തിന് നന്ദി. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്ത് വിടാം. മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, വളരെ സാവകാശം പുറത്ത് വിടാം. വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പതുക്കെ കണ്ണുകൾ തുറക്കാം. ഫയൽ 2 റീഡിങ്ങിലെ എല്ലാ പോസിറ്റിവിറ്റിയും ക്ലെയിം ചെയ്യുക. വാർണിംഗ് ശ്രദ്ധിക്കുക. ഇൻറ്റേർണൽ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലായി. ഇത് നമുക്ക് സെൽഫ് ഗ്രോത്തിനുള്ള ഒരു ടൂളാണ് ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുക. ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയുന്നതാണ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ സമയമുള്ളവർ, ഒരു സിനിമ ഉണ്ട്, ആലീസിൻ്റെ അന്വേഷണം. ആ സിനിമ കാണാം. വളരെ പതുക്കെയുള്ളൊരു സിനിമയാണ്. സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ അതിൽ തിരിച്ചറിയുന്നതിൻ്റെ പ്രത്യേകത, ആവശ്യകത പറയുന്നുണ്ട്. സ്വയം തിരിച്ചറിയുന്നതിൻ്റെ ആവശ്യകത. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കുന്നത് എന്തിനാ? മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്നത് കേട്ടിട്ട് വേണം നമുക്ക് നമ്മളെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മളെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് നമ്മളെ തിരിച്ചറിയണം, നമ്മളെപ്പറ്റി അറിയണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ശ്രമം എടുക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടൊന്ന് മനസ്സിലാക്കാം എന്നാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പുറത്തോട്ട് ചിന്തിക്കുന്നത്, പുറത്തുനിന്ന് നമ്മൾ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് നമ്മളെപ്പറ്റി പറയുന്നു, അതാണ് നമ്മളുടെ ഐഡിയ നമ്മളെപ്പറ്റിയുള്ളത്. പക്ഷെ ശരിക്കുമുള്ള നമ്മളതാണോ? അത് അവരുടെ ഐഡിയ അല്ലേ. നമ്മളെപ്പോഴാണ് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നത്? നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോഴാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ ഭയം, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പാഷൻ, ഇതൊക്കെ തിരിച്ചറിയുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള ഒരവസരവും പാഴാക്കരുത്. അതിനുള്ളൊരു ടൂളാണ് ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്താണ്, നിങ്ങൾക്ക് തരുന്ന വാണിംഗ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് മാറേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഗൈഡൻസാണ് ടാരോ റീഡിങ്ങിലൂടെ നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ, നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വെർഷനായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പേഴ്സണലായിട്ട് ടാരോ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലിടാം, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു യൂണിവേഴ്സ്.